നമസ്കാരം. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും കൂടി ഈ വിഷജീവികളെ ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള എളിയ ശ്രമങ്ങളാണ് എൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. കാരണം ഇപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മതവെറി എറിയുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ ശാന്തരായിട്ട് നമുക്ക് സപ്പോർട്ട്, സൈന്യത്തിനെയും സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് പറയാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയും അതിൻ്റെ ഫെയിലറിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നതിനപ്പുറം നമുക്ക് ഈ തീവ്രവാദികൾക്കെതിരെ പോരാടുകയാണ് വേണ്ടത്. ഇപ്പോൾ പലരും ജസ്റ്റ് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ഓരോ മെസ്സേജ് പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും ഒരു മേച്ചമായി ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പാലസ്തീനിലെ പ്രശ്നങ്ങൾ വരും. ഈ പാലസ്തീനിലെ പ്രശ്നങ്ങൾ അവർ നോക്കട്ടെ. പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് ഇസ്രായേൽ കൊന്നൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ കാര്യം നോക്കട്ടെ. പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത് ബംഗ്ലാദേശുകാർ നോക്കട്ടെ. നമ്മുടെ രാജ്യത്തെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. പാലസ്തീൻകാർ എത്ര കൊല്ലപ്പെട്ടു, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എത്ര കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമല്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ കുറച്ചൊരു മര്യാദ കാണിക്കണം. ഇവിടെ നടന്ന സംഭവം, ഈ പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൻ്റെ കാര്യം അവർ ചോദിച്ചത് ഹിന്ദുവാണോ മുസൽമാനോ എന്ന് പറഞ്ഞാണ് ആക്രമണം നടത്തിയത്. അത് അവർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവമാണ്. അതിനൊരു പ്രചാരണം അവർക്ക് വേണ്ടത് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊന്നു എന്നുള്ളൊരു സംഭവം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഉയർത്തിവിടണം. അതുപോലെ തന്നെ മുസ്ലിങ്ങളാകെ ഹിന്ദുക്കൾക്കെതിരാണ് എന്നുള്ള ഒരു പ്രചാരണം തൊടുത്തുവിടണം. ഇതിൻ്റെ ഫലം, അതിൻ്റെ പേരിൽ ഈ രണ്ട് ജനതകളും തമ്മിൽ തല്ലണം. ഇവർ തമ്മിൽ ഒരു വിഭജനം ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഈ തീവ്രവാദികളുടെയും ആ തീവ്രവാദികളെ പറഞ്ഞു വിട്ട പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെയും ഗൂഢതന്ത്രം. ഈ ഭീകരവാദികൾക്ക് ഇന്ത്യൻ മുസ്ലിം എന്നോ ഇന്ത്യൻ ഹിന്ദു എന്നോ ഇന്ത്യൻ ക്രിസ്ത്യാനികളൊന്നുമല്ല. അവർക്ക് നമ്മളെല്ലാം ശത്രുക്കളാണ്. അവരുടെ ഉദ്ദേശം ഈ ഒരു ആക്രമണത്തിൽ അവരുടെ ഉദ്ദേശം കമ്മ്യൂണൽ വയലൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഇതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേർപെടുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓരോ ജനതയുടെയും കർത്തവ്യമാണ് രാജ്യം അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളത്. അതിനുശേഷം ആ ഒരു പ്രശ്നത്തെ നേരിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ പിഴവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് ചെയ്തത് സംഘികളാണ്, ഇത് ചെയ്തത് സുഡാപ്പികളാണ്, ഇത് മുസ്ലിംസാണ്, അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ കുടിലമായ തന്ത്രങ്ങളാണ്. നമ്മൾ ഇവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോൽപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്. ഗുഡ് ബൈ.